സുഹൃത്തുക്കളെ, എന്താ വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? കേരളത്തിലെ നല്ലവരായ എല്ലാ മനുഷ്യർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും സ്നേഹവും സന്തോഷവും നിറഞ്ഞ ഹാപ്പി വിഷു ആശംസകൾ നേർന്നുകൊള്ളുന്നു. എന്തൊക്കെയാണ് വിശേഷങ്ങളൊക്കെ? നിങ്ങളുടെയൊക്കെ സുഖമാണെന്ന് വിശ്വസിക്കുന്നു. പോരട്ടെ പോരട്ടെ. ആരൊക്കെയുണ്ട് ഓൺലൈനിൽ? കുറച്ച് ദിവസമായി ലൈവിലൊക്കെ വന്നിട്ട് സൗണ്ടൊക്കെ ചെറിയൊരു പ്രശ്നം. ഉത്സവത്തിനൊക്കെ പോയി, ഉത്സവത്തിന് പങ്കെടുത്ത് മഞ്ഞൊക്കെ കൊണ്ടിട്ടേ സൗണ്ട് പോയതുകൊണ്ട് ഇപ്പൊ ലൈവിൽ നിന്ന് പഴയ പോലെ വരാറില്ല. എന്തൊക്കെയാ സുഹൃത്തുക്കളെ വിശേഷങ്ങളൊക്കെ? സുഖമല്ലേ? പോരട്ടെ പോരട്ടെ. അങ്ങനെ വിഷു ആയില്ലേ? ഉത്സവങ്ങൾ കഴിഞ്ഞു, വേല കഴിഞ്ഞു, വിഷുവായി. എന്തൊക്കെയാണ് നിങ്ങളുടെയൊക്കെ വിശേഷങ്ങൾ? കമന്റുകൾ കാണുന്നില്ലല്ലോ. സുനിൽ കുമാരോട്ടൻ അടിമാലി ഹായ് ഉണ്ട്. എന്തൊക്കെയാ വിശേഷങ്ങളൊക്കെ? സുഖമല്ലേ? വിഷുവാണ്. വിഷു തിരക്കിൽ ഒരുപാട് ആളുകൾ തിരക്കിലായിരിക്കും. പിന്നെന്ന് പറയുമ്പോൾ പ്രവാസികളൊക്കെ ഒരുപാട് പേരുണ്ടല്ലോ, ഓൺലൈനിലൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് അങ്ങനെ വെറുതെ വന്നാണ് കേട്ടോ. മുനീർ മുഹമ്മദ് ഹായ് ഉണ്ട് ഭായി. എന്താ വിശേഷം മുനീർ ഭായി? ഷാഫി മുഹമ്മദ് ഹായ് ഉണ്ട്. ഹാരിസ് ഭായി ഹായ് ഉണ്ട്. എന്തൊക്കെയാണ് വിശേഷം? വെറുതെ ഒരു ലൈവ് വന്നാണ് കേട്ടോ. ഒന്നുമില്ല, വിഷയങ്ങളും കാര്യങ്ങളൊന്നുമില്ല. വെറുതെ രസം. കുറെ ആയി വന്നിട്ട് അപ്പൊ ഒന്ന് ലൈവ് വരാന്ന് വെച്ച് അങ്ങനെ വന്നതാണ്. സുഖം അല്ലേ സുനിലേട്ടൻ? സന്തോഷം. വിഷുവൊക്കെ അല്ലേ, നല്ലപോലെയൊക്കെ ആഘോഷിക്കുക. പടക്കങ്ങളും കാര്യങ്ങളൊക്കെ പൊട്ടിക്കുമ്പോൾ വളരെ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യുക. അപകടങ്ങളൊന്നും ഇല്ലാതിരിക്കട്ടെ ആർക്കും. ഗീത ചേച്ചി ഹായ് ഉണ്ട്. എന്താ ഗീത ചേച്ചി വിശേഷം? ഷെറീന മേഡം കൂയിണ്ട്. സുഖമല്ലേ? എന്താ വിഷു ആഘോഷിക്കുന്നില്ലേ? കുറെ പടക്കങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് മക്കളൊക്കെ കൊടുത്ത് പൊട്ടിക്കാൻ പറയുക, വീടിന്റെ ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്നിട്ടേ. ഹാപ്പി വിഷു, ഹാപ്പി വിഷു. ഹമീദ് ഭായ് ഹായ് ഉണ്ട്. അഞ്ജു ഹലോ, എന്താ വിശേഷം? ബഷീർ ഭായ് നെമ്മാറ ഹായ് ഉണ്ട്. വിഷു ഒക്കെ അടിപൊളിയല്ലേ? മുനീർ കാളികാവ് ഹായ് ഉണ്ട്. മുനീർ ഭായ് കാളികാവിൽ എവിടെയാണ്? കാളികാവിൽ എവിടെയാണ്? ഒന്ന് പറയൂ നോക്കട്ടെ. മുഹമ്മദ് ഭായ് മുത്തേ എന്ന് പറയുന്നുണ്ട്. തീർച്ചയായിട്ടും അങ്ങോട്ടും മുത്തേ. എന്താ വിശേഷം? സുഖമല്ലേ? അൽഹംദുലില്ലാ സുഖം തന്നെയാണ് ഭായ്, സുഖം തന്നെയാണ്. സന്തോഷം. പൂത്തിരിക്ക് പൈസ ഇല്ല എന്ന് പറഞ്ഞിരുന്നു അല്ലേ? അതേ, ഒരു രസമല്ലേ? വിഷുവൊക്കെ അല്ലേ? പൂത്തിരിക്ക് പൈസ ഇല്ല എന്നൊക്കെ പറഞ്ഞപ്പോ, അങ്ങനെ പറഞ്ഞിട്ട് പോസ്റ്റ് ഇടുമ്പോ ഒരു രസമാണ്. കുറെ പേര് സ്മൈലി ഇടും, അതുപോലെ തന്നെ കുറെ പേര് കമന്റ് ഇടും. അതൊക്കെ ഒരു രസം. ഷെറീന മേഡം ആയിക്കോട്ടെ. പേടിയാ പടക്കം? പടക്കത്തിന് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നല്ല എന്താ പറയുക,
ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യണമെങ്കിൽ ഒരു വിഷയമല്ല. പടക്കമൊക്കെ അടിപൊളിയായിട്ട് നമുക്ക് പൊട്ടിക്കാലോ. ശിവപ്രിയ ചേച്ചി, എന്താ വിശേഷം? സുഖമല്ലേ? ആരോഗ്യത്തിന് കുഴപ്പമൊന്നുമില്ല? ഓപ്പറേഷൻ കഴിഞ്ഞ അടിപൊളിയാണല്ലോ, കുഴപ്പമൊന്നുമില്ലല്ലോ? വീട്ടിലൊക്കെ മക്കളും ഹസ്ബൻഡും ഒക്കെ സുഖമായിരിക്കില്ലേ? സന്തോഷം. റിയാസ് കാ ഹായ് ഉണ്ട്. രാജേന്ദ്രേട്ടൻ ഹലോ, എന്താ വിശേഷം രാജേന്ദ്രേട്ടാ? കാളികാവ് ചെങ്കോട് അല്ലേ? ചെങ്കോട്. എൻ്റെ വൈഫ് ഹൗസ് കല്ലാമൂലയാണ്. മുനീർ ഭായി, കല്ലാമൂല. എന്താ കാളികാവ് അറിയോ ചോദിക്കണ? എൻ്റെ വൈഫ് ഹൗസ് കല്ലാമൂല. 21 വർഷമായി കല്യാണം കഴിച്ചിട്ട്. 2004 കല്യാണം കഴിഞ്ഞാണ്. കാളികാവ് കണ്ണ് കെട്ടി വിട്ടാൽ അവിടെ വരും. പാലക്കാടുന്നേ കണ്ണ് കെട്ടി വിട്ടാൽ അവിടെ വരും കാളികാവ്. മുനീർ ഭായി വന്നിട്ടുണ്ട്. കാളികാവ് വന്നിട്ടുണ്ട്, ഞാൻ പറഞ്ഞല്ലോ. പിന്നെന്തൊക്കെയാ വിശേഷങ്ങളൊക്കെ? കുറേയായി ലൈവിലൊന്നും വരാറില്ല, കുറച്ചായി. അപ്പൊ ഒന്ന് ലൈവിലൊന്ന് വരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വന്നതാണ്. വിഷയങ്ങളൊന്നുമില്ല. വിഷയങ്ങൾ ഉണ്ടെങ്കിൽ അതേ ഉള്ളൂ. എന്ത് പ്രതികരിക്കണം, എത്ര പ്രതികരിച്ചിട്ടൊന്നും കാര്യമില്ല. അങ്ങനെയാണ് ഇപ്പൊ കാര്യങ്ങൾ. ഷക്കൂർ ഭായ് ഹായ് ഉണ്ട്. പ്രദീപേട്ടൻ സുഖം തന്നെയാണ്. സർവശക്തനായ തമ്പുരാന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല, സുഖമായിരിക്കുന്നു. നിങ്ങൾക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അബ്ദുൾ റഹീം ഹായ് ഉണ്ട്. എന്താ വിശേഷങ്ങൾ റഹീം ഭായ്, സുഖമല്ലേ? പിന്നെന്താ നിങ്ങളുടെയൊക്കെ വിശേഷങ്ങൾ? ഷുക്കൂർ ഭായ് അങ്ങോട്ടും അതുപോലെ തന്നെ ഹാപ്പി വിശ്വാശംസകൾ. ഹമീദ് ക ഹായ് ഉണ്ട്. എന്താ ഹമീദ് ക വിശേഷങ്ങളൊക്കെ, സുഖമല്ലേ? രാജേന്ദ്രേട്ടൻ, ഞാൻ മദ്രാസിലാണ്. ഇപ്പോൾ ഉള്ളത് മദ്രാസിലാണ്. നാട്ടിലായിരുന്നു. നാട്ടിൽ പെരുന്നാൾ ആഘോഷിച്ചു. പെരുന്നാൾ ആഘോഷം അതുപോലെ തന്നെ ഞങ്ങളുടെ നാട്ടില് നെന്മാറ വല്ലങ്ങി വേല അറിയാലോ അല്ലേ? എല്ലാവർക്കും അറിയും. വേലയ്ക്കും പെരുന്നാളിനും ഒരുമിച്ച് പോയി, ഒരാഴ്ച പോയി അടിപൊളിയാക്കിയിട്ട് വന്നു. കഴിഞ്ഞ ഞായറാഴ്ച തിരിച്ചു വന്നു. വിഷുവിന് വരാൻ പറ്റിയില്ല, വല്ലാത്ത സങ്കടമുണ്ട്, കാര്യമില്ല. സുമേഷ് നെന്മാറ, സുമേഷ് ഏട്ടൻ എന്താ വിശേഷം? ഹായ് ഉണ്ട്. വിഷുവൊക്കെ അടിപൊളിയല്ലേ സുമേഷ് ഏട്ടൻ? ഓ പ്രതിഭയുടെ സന്തോഷം. പിന്നെന്താ വേറെ വിശേഷങ്ങൾ? എന്താ ഒരു ചൂടാണ് മദ്രാസിൽ, ഭയങ്കര ചൂടാണ്. 2-3 നേരം കുളിക്കണം ഒരു ദിവസം. പാലക്കാടിന്റെ അവസ്ഥയും അതുപോലെ തന്നെ ഏകദേശം അതുപോലെ തന്നെ ഇതിനേക്കാൾ മോശമായിരിക്കും. റഷീദ് ഭായി ഹാപ്പി വിഷു. തിരിച്ചും അതുപോലെ തന്നെ ഹാപ്പി വിഷു ആശംസകൾ. സുമേഷ് ഏട്ടൻ ഹാപ്പി വിഷു ആശംസകൾ. വേറെന്തൊക്കെയാ വിശേഷങ്ങൾ? ഇപ്പൊ വിഷുവൊക്കെ അല്ലേ, പടക്കങ്ങളും പൂത്തിരിയും കമ്പിത്തിരിയും മത്താപ്പും വിഷചക്രവും പാമ്പുകുളിയും കോച്ചവാണം അങ്ങനെ ഒരുപാട് വാങ്ങിച്ച് വെച്ചിട്ടുണ്ടാവും വീട്ടിൽ. പുലർച്ചെ തുടങ്ങും അല്ലേ, 2 മണി 3 മണി സമയത്ത്. അപ്പൊ എല്ലാവരും നല്ലപോലെ ശ്രദ്ധിച്ചിട്ടൊക്കെ ഉപയോഗിക്കുക. കല്ലാമൂലം മരുതങ്കാടാണ് ഭയ, മരുതങ്കാട് വള്ളിപ്പൂള്ള മല. അത് എനിക്കറിയില്ല, ഞാൻ ആദ്യം കേൾക്കാൻ കേട്ടോ. എനിക്കതിനെ കുറിച്ച് അറിയില്ല. മുനീർ ഭായി സ്ഥലമുണ്ടല്ലേ കല്ലാമൂലിയില്? സന്തോഷം. റഷീദ് ഭായി മദ്രാസിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേന്ന്, ജീവിക്കണ്ടേ? അങ്ങനെ പത്തേ പോണു. ഷെരീഫ് ഖാൻ എന്താ വിശേഷം? ഹായ് ഉണ്ട്. അടിപൊളിയില്ലേ സുമേഷ് ഏട്ടൻ? സന്തോഷം. ഹാപ്പി വിഷു ഗീത ചേച്ചി. ഹാപ്പി വിഷു. തൽക്കാലം ഇപ്പൊ സൗദിയിലേക്ക് പോകുന്നില്ല റഷീദ് ഭായി. ഉമ്മറയ്ക്ക് പോകണം ഇൻഷാ അല്ലാഹ്. അടുത്ത പ്രാവശ്യം ഉമ്മറയ്ക്ക് പോകണമെന്നുണ്ട്.
വൈഫും മക്കളൊക്കെ ആയിട്ട് ഉമ്രയ്ക്ക് പോകണം. അതിൻ്റെ ഒരു തീരുമാനത്തിൽ അങ്ങനെ നിൽക്കുകയാണ്. പിന്നെ പടച്ചോന്റെ ഉദ്ദേശവും കൂടി, നമ്മൾ ഉദ്ദേശം മാത്രം പോരല്ലോ, പടച്ചോനും കൂടെ വിചാരിക്കണ്ടേ. അടുത്ത വർഷം ഇൻഷാ അല്ലാഹ് വൈഫും മോളും മോനും ഞാനൊക്കെ ആയിട്ട് ഉമ്ര ചെയ്യണം. ഉമ്രയ്ക്ക് പോകണമെന്നൊരു ആഗ്രഹമുണ്ട്. ഇനി എന്താണെന്ന് അറിയില്ല, റബ്ബിന്റെ തീരുമാനം പോലെ ആവട്ടെ. ചെന്നൈയിൽ ചെറിയൊരു പരിപാടി, ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ട ഭായി. റഷീദ് ഭായി, രാജേഷ് കുമാർ സൗദിയിൽ എവിടെയായിരുന്നു ഭായി? ഞാന് സൗദിയിൽ റിയാദിൽ എക്സിറ്റ് 9 റിയാദിലെ എക്സിറ്റ് 9 നമ്മുടെ കുർണാത്ത ഷോപ്പിംഗ് മാളിന്റെ പരിസരത്തുള്ള സെന്റർ പോയിന്റിന്റെ പുറകുവശത്തുള്ള ജുമാ മസ്ജിദിന്റെ 4ാമത്തെ വീട്. മുഹമ്മദ് ഭായി, എന്താ സംശയം? ഞാൻ 2 ആഴ്ച കൂടുമ്പോൾ നാട്ടിലേക്ക് വരും, നെന്മാറ വരും. 2 ആഴ്ച കൂടുമ്പോൾ വരും, 2 ദിവസം ഇരിക്കും പോകും. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. എപ്പോ വേണമെങ്കിലും നമ്മൾ കാണാമല്ലോ, അതിനെന്താണ്. നൗഫൽ നാസ്, അൽഹംദുലില്ലാഹ് സുഖമാണ്, നിങ്ങൾക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഷംസുദ്ദീൻ ക മണ്ണാർക്കാട്, എന്താ വിശേഷങ്ങള്? സുഖമല്ലേ? ഞാനും സൗദിയിലായിരുന്നു, എക്സിറ്റ് വന്നതാ. റിയാദിൽ ആയിരുന്നു അല്ലേ? ഞാൻ എക്സിറ്റ് വന്നില്ല കേട്ടോ, ഞാൻ റീ എൻട്രിക്ക് വന്നതാണ്, പക്ഷെ പോയില്ല. സാഹചര്യം, ഇവിടെ കുറച്ച് വേറെ കാര്യങ്ങളുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വിസ ഞാൻ കട്ട് ചെയ്യാൻ പറഞ്ഞു കഫീലിനെ വിളിച്ചിട്ട്. ഇപ്പൊ പുള്ളിക്കാരൻ, ഞാൻ വന്നിട്ട് 4-5 വർഷത്തിനടുത്തായി. പുള്ളി 1 മാസം മുന്നും വിളിച്ചിട്ടുണ്ടായിരുന്നു, നമ്പറൊക്കെ ഉണ്ട്, വിളിച്ച് സംസാരിക്കാറുണ്ട്. എപ്പോഴാണ് വരണം, വിസ അയച്ചുതരാം. അപ്പൊ ഞാൻ പറഞ്ഞു മദ്രാസിലാണ്, ഇന്ന ജോലിയുമായി ബന്ധപ്പെട്ട് പോവാണ്, ഞാൻ നോക്കട്ടെ, ഇൻഷാ അല്ലാഹ് ഞാൻ വരാമെന്നൊക്കെ പറഞ്ഞു. അവൻ നല്ലവനാണ് കഫീൽ. അതുപോലെ കഫീലിനെ കിട്ടണമെങ്കിൽ നമ്മളൊക്കെ ഭാഗ്യം ചെയ്യണം. ആമീൻ റഷീദ് ഭായി. ഉമ്ര ചെയ്യണം. ഉമ്ര ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ. ഞാൻ ചെയ്തു, എന്റെ കടമ ഞാൻ നിർവഹിച്ചു. എന്റെ ഉമ്മാനെ കൊണ്ടുപോയി ഉമ്ര ചെയ്തു. ഉമ്മാന്റെ കൂടെ കഅബാലയം തവാഫ് ചെയ്തു, സഫാ മർവ തവാഫ് ചെയ്തു, അങ്ങനെയൊക്കെ ചെയ്തു. പക്ഷെ അതുപോലെ നമ്മുടെ ഭാര്യനെയും അതിലുണ്ടായ മക്കളെയും കൊണ്ടൊന്ന് കാണിച്ചു കൊടുക്കണം. അതിന് കഴിവുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണിച്ചു കൊടുക്കണം. കഴിവെന്ന് പറയാൻ വലുതായിട്ടൊന്നും ഇല്ലെങ്കിലും അവരെ കൊണ്ടുപോകണം, വലിയൊരു ആഗ്രഹമാണ്. ഇൻഷാ അല്ലാഹ് അടുത്ത പ്രാവശ്യം നോക്കാം. ലത്തീഫ് ഭായി, എന്താ വിശേഷം? പ്രവാസം നിർത്തിയോ സാഹിബേ? അയ്യേ, തൽക്കാലം ഇങ്ങനെ മാറി നിൽക്കണോ മാത്രം. പ്രവാസം അതൊരു ഹരമാണ്. പ്രവാസം വേറെ ലെവലല്ലേ ഭായി. നസീമിലായിരുന്നോ? റഷീദ് ഭായി, ആയിക്കോട്ടെ. ഷംസുദ്ദീൻ ക അൽഹംദുലില്ലാഹ് സന്തോഷം. സലീം ക ഹായ് ഉണ്ട്. ഷാജി ശിരുവാണി ഹായ്, വിശ്വാസംസകൾ. തീർച്ചയായിട്ടും അങ്ങോട്ടും വിശ്വാസംസകൾ അറിയിക്കാൻ നേരെയാണ്. പ്രവാസം എന്ന് പറഞ്ഞാൽ അതൊരു ഹരമാണ്, സമയം പോണതറിയില്ല. നമ്മളൊക്കെ പ്രവാസികളായിരുന്നു. ജീവിതത്തിന്റെ ഉയർച്ചന്റെ ഏറ്റവും വലിയ തുടക്കം പ്രവാസത്തിലായിരുന്നു. തീർച്ചയായിട്ടും 4 ആൾ അറിയപ്പെട്ടതും പ്രവാസത്തിലൂടെയാണ്. പ്രവാസം എന്ന് പറയുമ്പോൾ അതൊരു ഹരമാണ്. അത് മാത്രമല്ല, ജീവിതം എന്താണെന്ന് പ്രവാസത്തിൽ പോയിട്ടാണ് പഠിച്ചത്. പൈസന്റെ വില പോലും അറിയാതെ നല്ലപോലെ ആർഭാടം പറഞ്ഞ് ചൂതാട്ടം നടത്തിയിട്ടില്ലെങ്കിലും അടിപൊളിയായിട്ട് അന്തസ്സോടെ ജീവിച്ചതാണ്. നല്ലപോലെ സമ്പാദിക്കും, അതുപോലെ നന്നായിട്ട് എൻജോയ് ചെയ്യും, ചെലവ് ചെയ്യും. കുടുംബത്തേക്കാണെങ്കിലും കൂട്ടുകാർക്കാണെങ്കിലും സ്വന്തം കാര്യത്തിലാണെങ്കിലും. ഷംസുദ്ദീൻ ക എക്സിറ്റ് 25 ഉണ്ടായിരുന്നില്ലേ? ഞാൻ 9 കേട്ടാ. ഗിരീഷേടൻ ഹായ് ഉണ്ട്. ഷമീർ ഇസ്മായിൽ വിശ്വാസംസകൾ. ഈ മീഡിയ നെന്മാറ ഹായ് ഉണ്ട്. എന്താ വിശേഷം? സുഖമല്ലേ ഈ മീഡിയ? അപ്പൊ പ്രവാസത്തിൽ പോയപ്പോഴാണ് പൈസന്റെ വില എന്താണെന്നും ജീവിതം എന്താണെന്നും നമ്മുടെ നാടിന്റെ പവിത്രത എന്താണെന്നും നമ്മുടെ നാട്ടിലുള്ള ജനങ്ങളുടെ വില എന്താണെന്നും സ്വന്തം മാതാപിതാക്കളുടെയും ഭാര്യയുടെയും മക്കളുടെയും കൂടപ്പിറപ്പുകളുടെയും കൂട്ടുകാരുടെയും വില എന്താണെന്നും ശരിക്കും അറിയണമെങ്കിൽ നമ്മളൊക്കെ പ്രവാസികളാവണം.
പ്രവാസികളാകുമ്പോൾ അപ്പം അറിയും. ഹാപ്പി വിഷു. ഹായ് ഉണ്ട്. എത്ര മക്കളാ ഇക്കാക്ക് നിങ്ങൾക്ക്? എനിക്ക് എന്നോട് ചോദിക്കുകയാണ് റഷീദ് ഭായി. ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും. ഒരാൾ എഞ്ചിനീയറിംഗ് പഠിക്കുകയാണ്, വലിയവൻ സെക്കൻഡ് ഇയർ, ഫുഡ് ടെക്നോളജി വിഷയം. ചെറിയ ആളിപ്പോൾ 9 കഴിഞ്ഞു, പരീക്ഷ എഴുതി. വരുന്ന ജൂണിൽ മിക്കവാറും ഇൻഷാ അല്ലാഹ് 10ലേക്കായിരിക്കും. പെൺകുട്ടിയാണ് ചെറിയ ആള്. അങ്ങനെ 2 മക്കള്. അൽഹംദുലില്ലാ, പടച്ചതിന് അനുഗ്രഹങ്ങൾ കൊണ്ട് കുഴപ്പമൊന്നുമില്ല. നന്നായിട്ട് സമാധാനത്തോടെ സന്തോഷത്തോടെ ചെറിയ ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോവുകയാണെങ്കിലും ആ ജീവിതത്തിനും ഒരു സുഖവും സന്തോഷമൊക്കെ ഉണ്ട്. സന്തോഷമായി ജീവിക്കുന്നു, സുഖമായി ജീവിക്കുന്നു. മുത്തു മുസ്തഫ ഹായ് ഉണ്ട്. അസീസ്ക എവിടെയായിരുന്നു ഭായി? സൗദിയിലായിരുന്നോ? അതെ, സൗദിയിൽ റിയാദിലായിരുന്നു, ഇപ്പൊ മദ്രാസിലാണ്. ഈ മീഡിയ നമ്മാറ തീർച്ചയായിട്ടും സുഖം തന്നെയാണ്. നിങ്ങൾക്കൊക്കെ സുഖമാണെന്ന് വിശ്വസിക്കുന്നു. റജിൻ ചേട്ടൻ ഹായ് ഉണ്ട്. എന്താ വിശേഷം? മക്ക ക്ലോക്ക് ടവറിൽ ഉണ്ട് 7 കൊല്ലമായില്ലേ? അൽഹംദുലില്ലാ, സന്തോഷം. മക്കയിലൊക്കെ അവിടെയൊക്കെ നിൽക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ അതിന് മേലൊരു പുണ്യസ്ഥലം ഇസ്ലാമിക വിശ്വാസികൾക്ക് വേറെ ഇല്ലല്ലോ. മക്കയും മദീനയും പോലെയുള്ള ഒരു പുണ്യസ്ഥലം ലോകത്തില്ല എന്നുള്ളതാണ്. ഷമീർ ഇസ്മായിൽ ചെന്നൈക്കോ? കളിയാക്കല്ലേ ഭായി, നമ്മളെ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടി ഇവിടെ ജീവിച്ചു പോവാണ്. റജിൻ ചേട്ടൻ, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ റജിൻ. ഞാൻ പറഞ്ഞു റജിൻ ചേട്ടനോട്, ഞാൻ പറഞ്ഞു കല്ലാമൂല പോയിരുന്നില്ലേ? കല്ലാമൂല പോയിട്ടില്ല, പോയിട്ട് കുറച്ചായി, 3-4-5 മാസമായി. പോണം ഇൻഷാ അല്ലാഹ്, പോണം ഇൻഷാ അല്ലാഹ്. ഒരു മാസം കൂടെ, 1-1.5 മാസം കഴിഞ്ഞാൽ പോണം, കല്ലാമൂല പോകണം. സ്കൂൾ തുറക്കുന്ന വെക്കേഷൻ കഴിയുന്നതിനുള്ളിൽ അടുത്ത മാസം ലാസ്റ്റിനകത്ത് ഒന്ന് പോണം, വൈഫ് ഹൗസിൽ പോണം. ഷെഫീഖ് ഭായ് ഹായ് ഉണ്ട്. അഷ്റഫ് ഹായ് ഉണ്ട്. സുമേഷ് ചേട്ടൻ താങ്ക് യു. ഓ, അബഹയിലാണ് അല്ലേ? സൗദിയിൽ അബഹ. ആയിക്കോട്ടെ, സന്തോഷം. ആബിദ് ബാബു ഹായ്, സുഖമാണോ ചോദിക്കുന്നുണ്ട്. സുഖം തന്നെയാണ് ആബിദ് ബാബു, താങ്കൾക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എന്തൊക്കെയാ വിശേഷങ്ങളൊക്കെ? അപ്പൊ വെറുതെ കുറെ ആയി ലൈവിൽ വന്നിട്ട്, കുറച്ച് ദിവസമായി, 1 മാസം ആവും എന്നാണ് എന്റെ വിശ്വാസം. അപ്പൊ ഒന്ന് ലൈവിലൊക്കെ ഇടയിലൊക്കെ ഒന്ന് പോണല്ലോ. അപ്പൊ അതുകൊണ്ട് വന്നതാണ്. കുറച്ചുപേരെ കാണാം, സംസാരിക്കാം. ഉറക്കമൊഴിച്ചിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. പ്രത്യേകിച്ചിട്ട് ജോലിയൊക്കെ കഴിഞ്ഞ് റൂമിൽ വന്ന് റെസ്റ്റ് ചെയ്യുന്ന പ്രവാസികളുണ്ടാകും. ജോലി തിരക്കിൽ വണ്ടി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ചില സ്ഥലത്ത് ഷോപ്പിംഗ് മാളുകളിലൊക്കെ വെയിറ്റ് ചെയ്യുന്ന ഡ്രൈവർമാരായ ഒരുപാട് പ്രവാസികളുണ്ടാകും. അവരുടെയൊക്കെ ഒരുപാട് ദുഃഖത്തോടെ ഇരിക്കുന്നുണ്ടാവും. പൊതുവെ ഡ്രൈവർമാരെന്ന് പറഞ്ഞാൽ ഊണും ഉറക്കവും ഇല്ലാത്ത ഒരു ഓട്ടങ്ങളല്ലേ. അതിൻ്റെ ഇടയിൽ നമ്മളൊക്കെ ഒരു ലീവിൽ വരുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിക്കാമല്ലോ. കുറച്ച് സമാധാനം, കുറച്ച് ഫ്രീ ആവും, മൈൻഡ് ഫ്രീ ആവും. അപ്പൊ ഇങ്ങനെ പൊതുവെ ചിന്തിച്ചപ്പോൾ ലീവ് വന്നാണ്. തീർച്ചയായിട്ടും ഷാജിബായി, ജീവിത ഭാരങ്ങൾ കൊണ്ട് പ്രവാസത്തിലേക്ക് പോയവരും ജീവിതം തകർന്നു പോയവരും ഇല്ലേ? മുത്തു മുസ്തഫ കമറുക്ക പോയ? ഇല്ല, ഞാൻ നാട്ടിൽ തന്നെ ഉണ്ട്. തീർച്ചയായിട്ടും എനിക്ക് സങ്കടം, കുറച്ച് ഒരു 3-4 മാസത്തിനിടയിൽ തൃശ്ശൂര് സ്വരാജ് റൗണ്ടില് റജിൻ ഭായി സന്തോഷം. റജിനേട്ടൻ സന്തോഷം, തീർച്ചയായിട്ടും സന്തോഷം. ഉമ്രയ്ക്ക് വരുമ്പോൾ ഇൻഷാ അല്ലാഹ് കാണാം. ക്ലോക്ക് ടവർ 0 ഫ്ലോറിൽ ഉണ്ട് ഞാൻ. ഹറമിൽ നിന്നും ക്ലോക്ക് ടവർ കയറുന്ന ഭാഗത്താണ്. ഇൻഷാ അല്ലാഹ് ഈ മെസ്സേജ് തീർച്ചയായിട്ടും ഞാൻ നോട്ട് ചെയ്ത് വെക്കും, വരുന്നതിന് മുന്നേ അറിയിക്കും. ഓക്കെ. അപ്പോ ഒരാളൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. പ്രവാസത്തിൽ പോയിട്ട് മറ്റേ ഫഹദ് ഹായ് ഉണ്ട്. പ്രവാസത്തിൽ പോയിട്ട് ജീവിതം തകർന്നവരില്ലേ? എന്താ സംശയം? 10,000-കണക്കിന് ലക്ഷക്കണക്കിന് ആളുകളുടെ ജീവിതം തകർന്നവരുണ്ട്. സംശയമൊന്നും വേണ്ടല്ലോ.
പ്രവാസ ജീവിതം സിൽവർ ജൂബിലി പിന്നിടുമ്പോഴും സന്തോഷം മാത്രം. തീർച്ചയായിട്ടും നമ്മളൊക്കെ പ്രവാസികളായിരുന്നു അല്ലേ? ഞാൻ പ്രവാസി, ഇന്നും പ്രവാസിയാണ് എന്ന് പറയാനാണ് എനിക്ക് ആഗ്രഹം. ചെന്നൈയിലാണെങ്കിലും പ്രവാസി ആണ് എന്ന് പറയാനാണ് എനിക്കിപ്പോഴും ആഗ്രഹം. ഭാര്യയെയും മക്കളെയും മാതാപിതാക്കളെയും കുടുംബക്കാരെയും പുലർത്താൻ വേണ്ടി തീർച്ചയായിട്ടും മസീസ് ഭായ്, തീർച്ചയായിട്ടും ഷംസുദ്ദീൻ ഭായ് ഹായ് ഉണ്ട്, പുലർത്താൻ വേണ്ടി നമ്മൾ പ്രവാസികളാവും. ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്ത് കിട്ടുന്ന ശമ്പളം 100 ആണെങ്കിൽ 99 നാട്ടിലേക്ക് അയക്കും. നല്ലപോലെ ഭാര്യയും മക്കളെയും നമ്മൾ പൊന്നുപോലെ സംരക്ഷിക്കാൻ വേണ്ടി ചെലവ് നടത്താൻ വേണ്ടി നാട്ടിലേക്ക് അയക്കും. മിക്ക സ്ത്രീകളും ഭർത്താവിനെ സ്നേഹിച്ചുകൊണ്ട് സന്തോഷത്തോടെ ഭർത്താവില്ലാത്ത ദുഃഖത്തെ മനസ്സിനകത്ത് ഒതുക്കി പിടിച്ചുകൊണ്ട് മക്കൾക്ക് വേണ്ടിയും ഭർത്താവിന് വേണ്ടിയും സ്വന്തം വീട്ടുകാർക്ക് വേണ്ടിയും ചെറിയ ദുഃഖം മനസ്സിനകത്തുണ്ടെങ്കിലും ചെറിയ പുഞ്ചിരിയോടുകൂടി താഴ്മയുള്ള ജീവിതം, എൻ്റെ ഭർത്താവ് അവിടെ പ്രവാസ ലോകത്ത് മണലാരംഗത്തിലൂടെ കഷ്ടപ്പെട്ട് നയിച്ചുണ്ടാക്കിയ പൈസയിലെ ഭൂരിഭാഗവും നമുക്ക് വേണ്ടി അയച്ചു തന്നതാണ്, നല്ലപോലെ ചിലവാക്കണം എന്ന ചിന്തയിലൂടെ താഴ്മയുള്ള ജീവിതം നയിക്കുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട് നമ്മുടെ കേരളത്തിൽ. തീർച്ചയായിട്ടും അതുപോലെ തന്നെയാണ് ഭർത്താവ് അയച്ച പൈസ 10 ദിവസം കൊണ്ട് ചിലവാക്കി ഭർത്താവിന് ഫോൺ ചെയ്ത് ഉള്ള സമാധാനവും നഷ്ടപ്പെടുത്തിക്കൊണ്ട് ചെലവിന് പൈസയില്ല, പൈസ അയച്ചു തരണം എന്ന് പറയുന്ന ഭാര്യമാരുണ്ട്. ഭർത്താവ് പ്രവാസത്തിൽ കിടക്കുമ്പോൾ, പ്രവാസത്തിലുള്ളപ്പോൾ അന്യ പുരുഷന്റെ കൂടെ സ്വന്തം മക്കളെയും പ്രവാസത്തിൽ നിന്ന് പൈസ അയച്ചു തന്ന ഭർത്താവിനെ പോലും ഒന്നുമല്ലാതാക്കി സർവശക്തനായ തമ്പുരാനെ പോലും വെല്ലുവിളിച്ചുകൊണ്ട് സുഖത്തിന് വേണ്ടി അന്യ പുരുഷന്റെ കൂടെ പോയ ഭാര്യമാരുമുണ്ട്. അങ്ങനെ ഒരുപാട് പ്രവാസികളുടെ ജീവിതം നശിച്ചിട്ടുണ്ട്. ഒരുപാടുണ്ട്. ഒരുപാട് പേര് ചെറുപ്പം മുതൽ തന്നെ പ്രവാസ ലോകത്ത് ജോലി ചെയ്ത് യൗവനകാലവും എല്ലാ ആരോഗ്യവും നശിക്കുന്ന കാലം വരേക്കും പ്രവാസത്തിൽ ഇരുന്നു കൊണ്ട് ആരോഗ്യം ക്ഷയിച്ച കാലത്ത് സ്വന്തം നാട്ടിലേക്ക് വരുമ്പോൾ ആ പ്രവാസിയായ ഭർത്താവിനെ, അല്ലെങ്കിൽ അവരുടെ പിതാവിനെ, അല്ലെങ്കിൽ അവരുടെ ഉപ്പയെ, അല്ലെങ്കിൽ അവരുടെ അച്ഛനെ വിലവെക്കാത്ത മക്കൾ, ഭർത്താവിനെ വിലവെക്കാത്ത ഭാര്യമാർ, ഭർത്താവിനെ എന്താ പറയാ വിലവെക്കാത്ത അമ്മാനച്ഛനെ വിലവെക്കാത്ത മരുമക്കൾ, പേരക്കുട്ടികൾ, അങ്ങനെ നയിച്ച് ജീവിച്ച് ഒരു ജീവിതം മൊത്തം ഭാര്യയ്ക്കും മക്കൾക്കും പേരക്കുട്ടികൾക്കും വേണ്ടി കുടുംബക്കാർക്കും വേണ്ടി ജീവിതം മൊത്തം ഒഴിഞ്ഞു വെച്ച് സ്വന്തം രാജ്യത്തേക്ക്, സ്വന്തം നാട്ടിലേക്ക് വന്നാലും എൻ്റെ ഭാര്യ, എൻ്റെ മക്കൾ പൊന്നുപോലെ എൻ്റെ പേരക്കുട്ടികൾ എന്നെ സംരക്ഷിക്കുമല്ലോ എന്ന ചിന്തയിലൂടെ നാട്ടിലേക്ക് വരുമ്പോൾ ആ പിതാവിനെ, ആ ഭർത്താവിനെ ആട്ടിപ്പായിക്കുന്ന ഭാര്യയും മക്കളും നമ്മുടെ കേരളത്തിൽ നിലവിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ, അനുഭവത്തിലൂടെ. അങ്ങനെ 10, 60, 65 വയസ്സ് വരെ പ്രവാസത്തിൽ ഇരുന്നിട്ട് സ്വന്തം നാട്ടിൽ വന്നിട്ട് സ്വന്തം ഭാര്യയും മോനും സ്വന്തം പിതാവിനെ, സ്വന്തം കൂടെ കിടന്ന ഭർത്താവിനെ വിറക് കൊള്ളിയും കൊണ്ട് ആക്രമിച്ച് കൊലപ്പെടുത്തിയ ചരിത്രം പോലും ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ എഡ്യൂക്കേഷനുള്ള, ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസമുള്ള, ഏറ്റവും നല്ല ബുദ്ധിയുള്ള മലയാളികളുടെ നാട്ടിൽ ഇതുപോലുള്ള അനീതികൾ ഒരുപാട് നടന്നതായിട്ട് ഈ അടുത്ത കാലം വരെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ, TV ചാനലുകളിലൂടെ നമ്മളൊക്കെ കാണാനും കേൾക്കാനും കഴിഞ്ഞവരാണ്. അങ്ങനെ ഒരുപാട് പ്രവാസികളുടെ ജീവിതം തന്നെ നശിച്ചു പോയിട്ടുണ്ട്. നമ്മൾ പിന്നെ എല്ലാം സമ്പാദിച്ചത് മൊത്തം പ്രവാസത്തേക്ക്, നാട്ടിലേക്ക് അയച്ചു കൊടുക്കും. നമ്മൾ അവസാനം വരുമ്പോൾ 0 ആയിരിക്കും. അതേപോലെ നാട്ടിൽ വന്നാലും എൻ്റെ ഭർത്താവ്, അല്ലെങ്കിൽ എൻ്റെ അച്ഛൻ, അല്ലെങ്കിൽ എൻ്റെ ഉപ്പ, അല്ലെങ്കിൽ എൻ്റെ ഉപ്പുപ്പ
പ്രവാസ ലോകത്ത് ഇത്ര വർഷത്തോളം ഞങ്ങൾക്ക് വേണ്ടി, നമുക്ക് വേണ്ടി, നമ്മുടെ കുടുംബത്തിന് വേണ്ടി. സോയ ചേച്ചി ഹായ് ഉണ്ട്. സുമേഷ് ഭായി ഇഷ്ടം, സന്തോഷം. നമ്മുടെ കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെട്ട് യൗവനകാലം, ആരോഗ്യമുള്ള കാലം വരേക്കും പ്രവാസത്തിലിരുന്ന് നമുക്ക് വേണ്ടി ജീവിതം നശിപ്പിച്ചവരാണ്, ജീവിതം നമുക്ക് വേണ്ടി ഒഴിഞ്ഞു വെച്ചവരാണ് അവർ. എൻ്റെ ഭർത്താവ് അല്ലെങ്കിൽ എൻ്റെ ഉപ്പ അല്ലെങ്കിൽ എൻ്റെ ഉപ്പുപ്പ നാട്ടിലേക്ക് വരികയാണ്, നമ്മൾ നല്ലപോലെ സംരക്ഷിക്കണം. അവരുടെ മരണം വരെയും അവരെ നമ്മൾ സന്തോഷത്തോടു കൂടി അവരെ സംരക്ഷിക്കണം എന്ന ചിന്തയുള്ള മക്കളും പേരമക്കളും ഭാര്യമാരും നമ്മുടെ കേരളത്തിലുണ്ട്. അത് വേറെ. പ്രവാസത്ത് പോയി ജീവിതം നശിച്ചവരുണ്ട്, ജീവിതം ഉയർന്നവരുണ്ട്, ജീവിതം ഇല്ലാതായവരുണ്ട്. അതൊക്കെ സർവശക്തന്റെ ഓരോ തീരുമാനങ്ങളാണ്, പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. എല്ലാ പ്രവാസികളുടെ കുടുംബത്തിലും സർവശക്തനായ തമ്പുരാന്റെ പ്രത്യേകമായുള്ള അനുഗ്രഹങ്ങൾ ഉണ്ടാവട്ടെ എന്ന് പറയുകയാണ്. അപ്പോ ചിലവർ ചോദിക്കും, എന്താ ഈ രാജ്യത്തുള്ള, കേരളത്തിലുള്ള, അതർ സ്റ്റേറ്റിലുള്ള അവരുടെ കുടുംബക്കാർക്കും അതുപോലെ വേണ്ടതെന്ന്? തീർച്ചയായിട്ടും വേണം. പക്ഷേ ആൺതുണയില്ലാത്ത ഒരുപാട് കുടുംബങ്ങളുണ്ട്, പ്രവാസികളുടെ കുടുംബം. അവരെ സർവേശ്വരൻ തന്നെ സംരക്ഷിക്കണം. ആൺതുണയില്ലാത്ത പൊടിമക്കളെ കൊണ്ട് ജീവിക്കുന്ന ഒരുപാട് നമ്മുടെ പെങ്ങന്മാർ നമ്മുടെ കേരളത്തിലില്ലേ? കേരളത്തിൽ എന്നല്ല, ലോകത്ത് എല്ലാവരും ഉണ്ടല്ലോ. ഗൾഫ് രാജ്യങ്ങളിലും ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലും യൂറോപ്യൻ രാജ്യങ്ങളിലും ലോകത്തിന്റെ നാനാഭാഗത്തും ഉള്ള മനുഷ്യർ ജോലി ചെയ്യുന്നുണ്ട്. അവരുടെയൊക്കെ വീട്ടില് ആണുങ്ങളൊന്നും ഉണ്ടാവില്ല. വയസ്സായ മാതാപിതാക്കളുണ്ടാവും, ചെറുപ്പക്കാരിയായ ഭാര്യ, ഗർഭിണിയായ ഭാര്യ, അല്ലെങ്കിൽ ചെറിയ കുഞ്ഞു മാത്രമുള്ള ഭാര്യ, ഒരു ഭാര്യയും ഒരു കുട്ടിയും മാത്രമുള്ള ഒരു കുടുംബം സെപ്പറേറ്റ് ഒരു വീടെടുത്ത് താമസിക്കുകയായിരിക്കും, ഭർത്താവ് പ്രവാസത്തിലായിരിക്കും. അങ്ങനെയുള്ള കുടുംബത്തിനൊക്കെ സർവേശ്വരന്റെ പ്രത്യേക താങ്ങും തണലും തുണയും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പിന്നെ നമ്മൾ പൊതുവെ നിസ്കരിക്കുമ്പോൾ ലോക ജനതയ്ക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാറുണ്ട്. ലോക ജനതയ്ക്ക് വേണ്ടി, ഇസ്ലാമിക സമൂഹത്തിന് എന്നല്ല, ഹൈന്ദവ സമൂഹത്തിന് എന്നല്ല, ക്രൈസ്തവ സമൂഹത്തിന് എന്നല്ല, നമ്മൾ സമുദായത്തെയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് ലോക ജനതയ്ക്ക് വേണ്ടി തീർച്ചയായിട്ടും നമ്മൾ ദുആ ചെയ്യാറുണ്ട്, പ്രാർത്ഥിക്കാറുണ്ട്. സ്വന്തം സമുദായത്തിനെതിരെ ആക്രമിക്കുന്ന ആക്രമകാരികൾക്ക് നല്ല ബുദ്ധി കൊടുക്കാനും, ലോകത്ത് സമാധാനമുണ്ടാവാനും, ഒരു രാജ്യത്ത് പോലും ഒരു ആക്രമണങ്ങളില്ലാതെ, ഒരു യുദ്ധങ്ങളില്ലാതെ, ഏതെങ്കിലും ഒരു രാജ്യത്ത് ഒരു രാജ്യവും തമ്മിൽ ആക്രമിക്കപ്പെടുകയാണെങ്കിൽ അത് ലോകത്തിന് മൊത്തം ബാധിക്കും. പെട്രോളിയം ഉൽപ്പന്നങ്ങൾ വില വർദ്ധിച്ചാൽ നമ്മുടെ എല്ലാ മേഖലയും വില വർദ്ധിക്കും. അപ്പോ ഒരു ആക്രമണങ്ങൾ ഇല്ലാതിരിക്കുകയാണെങ്കിലോ സമാധാനത്തോടെ സന്തോഷത്തോടെ കിട്ടുന്ന കൂലിയിൽ നല്ലപോലെ ജീവിച്ച് മുന്നോട്ട് പോവാം. അപ്പോ എല്ലാത്തിനും വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. പ്രത്യേകിച്ച് പ്രവാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്, അവരുടെ കുടുംബക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. ആരെങ്കിലൊക്കെ നമ്മളോട് എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ നമ്മളാലാവുന്ന ചെയ്തു കൊടുക്കാറുണ്ട്. സഹായങ്ങളാണെങ്കിലും എങ്ങനെയാണെങ്കിലും അങ്ങനെയൊക്കെ പോകുന്നു. അപ്പൊ ഷാജി ഭായ് ശിരുവാണി, താങ്കൾ പറഞ്ഞതിനുള്ള ഉത്തരമാണ്, ചോദിച്ചതിനുള്ള ഉത്തരമാണ് എന്നാൽ അറിയുന്നത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. ഇനിയും ഒരുപാടുണ്ട്, പറയുമ്പോൾ അത് എല്ലാവർക്കും ഉൾക്കൊള്ളണമെന്നില്ല. ചില കാര്യങ്ങളൊക്കെ പച്ചയ്ക്ക് പറയേണ്ടി വരും, പറഞ്ഞാൽ അത് ശരിയാവില്ല. അതുകൊണ്ട് ചില കാര്യങ്ങളൊക്കെ പച്ചയ്ക്ക് പറയാതെ വേറെ ചില കാര്യങ്ങളൊക്കെ പച്ചയ്ക്ക് പറഞ്ഞുകൊണ്ട് ലോകത്തോട് അറിയിച്ചതാണെന്ന് മാത്രം. ആമീൻ ആമീൻ. അസീസ് ഭായി. ഹരിദാസ് കൊച്ചൻ, ഹലോ ഹരിദാസ് ഏട്ടൻ, എന്താ വിശേഷം? ലോറിയുടെ ചിഹ്നമാണ്, എന്നാലും ഹലോ ഹായ് ഉണ്ട് അല്ലേ? ഷാജിഭായി, ഞാൻ പറഞ്ഞത് ശരിയല്ലേ? സത്യമല്ലേ? പ്രവാസം ഒരുപാട് പേരുടെ ജീവിതത്തെ തകർത്തിട്ടുണ്ട്. പ്രവാസം ഒരുപാട് പേര് നല്ലപോലെ സമ്പാദിച്ചിട്ടുണ്ട്. ഒരുപാട് കുടുംബങ്ങൾ രക്ഷപ്പെട്ടിട്ടുണ്ട്. ഞാനൊക്കെ ചിന്തിക്കുന്നതേ, ഞാൻ ഉള്ളത് പറയാലോ, എനിക്ക് എന്ന് പറഞ്ഞാല് ഏറ്റവും വലിയ, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഭാഗ്യം എനിക്ക് കിട്ടിയത് സൗദി അറേബ്യയിൽ പോയിട്ടാണ്. ഉള്ളത് ഓപ്പണായിട്ട് പറയാലോ.
ഏറ്റവും വലിയ ഭാഗ്യം എന്ന് വെച്ചാൽ ലക്ഷക്കണക്കിന് കോടി കിട്ടിയാൽ ചിലപ്പോൾ ആ ഭാഗ്യം ഉണ്ടാവില്ല. ലക്ഷക്കണക്കിന് കോടി ഉള്ളവർക്ക് ആ ഭാഗ്യം കിട്ടണമെന്നില്ല. എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ, ഒന്നും വിചാരിക്കരുത്. ഒരു ഇസ്ലാമിക മതവിശ്വാസിയാണ്. സൗദി അറേബ്യയിലേക്ക് പോയ സമയത്ത് 3 മാസം കഴിഞ്ഞതും എന്നെ ഗർഭപാത്രത്തിൽ 10 മാസം ചുമന്ന് നൊന്ത് പ്രസവിച്ച് എനിക്ക് മുലയൂട്ടിയ, എനിക്ക് ചോറൂട്ടിത്തന്ന എൻ്റെ ആദ്യത്തെ അധ്യാപികയായ എൻ്റെ സ്വന്തം മാതാവ്, ആ മാതാവിനെ സൗദി അറേബ്യയിലേക്ക് കൊണ്ടുപോയി സ്വന്തം മാതാവിന്റെ കൈ പിടിച്ചുകൊണ്ട് ഉംറ ചെയ്യാനും തവാഫ് ചെയ്യാനുള്ള ഭാഗ്യം കിട്ടി. അതൊക്കെ വലിയൊരു അനുഗ്രഹമല്ലേ? ലക്ഷക്കണക്കിന് കോടിയുള്ളവർക്ക് അങ്ങനെയുള്ള ഭാഗ്യം കിട്ടണമെന്നില്ല. അപ്പോ എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ നാഴികക്കല്ലാണ് ഞാൻ ഈ ഭൂമിയിൽ ജനിച്ചതില് ഇതിപ്പോ ജീവിച്ചുകൊണ്ടിരിക്കുന്നതിലും ഏറ്റവും വലിയ ഒരു അനുഗ്രഹം എന്ന് പറയുന്നത് എൻ്റെ ഉമ്മാന്റെ കൈ പിടിച്ച് മക്കയില് ഉംറ ചെയ്യാൻ പറ്റിയതാണ്. കഅബാലയത്തിൽ തവാഫ് ചെയ്യാൻ പറ്റിയതാണ്. സുഖമില്ലാത്ത ഉമ്മാന്റെ കക്ഷത്തില് ഉമ്മാനെ പിടിച്ച് കൈ പിടിച്ചുകൊണ്ട് ആ കഅബാലയത്തിൽ ലക്ഷക്കണക്കിന് ആളുകളുടെ ഇടയിൽ കുട്ടികളെ പോലെ അല്ലേ, സ്വന്തം കുട്ടി ചെറിയൊരു കൈക്കുഞ്ഞിനെ ഒരു മാതാവ് എങ്ങനെയാണോ താഴെ വീഴാതെ എങ്ങനെയാണോ സംരക്ഷിച്ചത്, അതുപോലെ എൻ്റെ മാതാവിനെ, ഒരുപാട് വയസ്സായ എൻ്റെ ഉമ്മാനെ പൊന്നുപോലെ. ഞാൻ ക്ഷമയില്ലാത്തവനാണ്, പക്ഷെ എൻ്റെ ഉമ്മാന്റെ ഒരൊറ്റ കാര്യത്തിൽ ക്ഷമയോടുകൂടി പയ്യെ പതുക്കെ കഅബാലയത്തിൽ തവാഫ് ചെയ്യാനും സഫാ മർവ തവാഫ് ചെയ്യാനും ഉമ്മാന്റെ കൂടെ ഇരുന്ന് ദുആ ചെയ്യാനും ഒരു ഭാഗ്യം കിട്ടി. ഇതിന് മേലെന്താ ഈ ലോകത്ത് ഭാഗ്യം വേണ്ടത്? ഓണം നമ്പർ അടിച്ചാൽ കിട്ടുമോ? ആ ഭാഗ്യമൊന്നും കിട്ടില്ല. എത്ര പൈസ ഉണ്ടെങ്കിലും കിട്ടില്ല, എത്ര കോടി ഉണ്ടെങ്കിലും ആ ഭാഗ്യം കിട്ടില്ല. ആ ഒരു ഭാഗ്യം കിട്ടിയില്ലേ, അതന്നെ ഒരു വലിയ ഭാഗ്യം. എന്നെ അതിന് മുകളിൽ ഭാഗ്യമൊന്നും എനിക്കില്ല, എനിക്ക് വേണ്ട, അതിന്റെ മുകളിൽ ഭാഗ്യമില്ല. ഹരിയേട്ടൻ എന്താ വിശേഷം? ഇപ്പോൾ ആളിനെ മനസ്സിലായത് ലോറിന്റെ ചിഹ്നം കണ്ടപ്പോഴേ. ഇപ്പോൾ സൗദിയിലാണ്, നാട്ടിലാണ്. അപ്പൊ അതാണ് ഏറ്റവും വലിയ ഭാഗ്യം. 10 മാസം ഗർഭം ചുമന്ന് നൊന്ത് പ്രസവിച്ച മാതാവിന്റെ കൈ പിടിച്ചുകൊണ്ട് കഅബാലയത്തിൽ തവാഫ് ചെയ്യാൻ പറ്റിയൊരു ഭാഗ്യത്തിന്റെ മുകളിൽ ഇനി ലോകം മൊത്തം എനിക്ക് എഴുതി കിട്ടിയാലും, ലോകം മൊത്തം അത്യാഡംബര ജീവിതം നയിക്കാനുള്ള സാഹചര്യം ഉണ്ടെങ്കിലും അതൊന്നും ഒരു ഭാഗ്യമേ അല്ല. ഭാഗ്യം എന്ന് പറയുന്നത് ആ മാതാവിനെ കൊണ്ടുപോയതിന്റെ ഭാഗ്യം, അത് വേറെ തന്നെയാണ്. സൗദിയിലാണല്ലേ? സന്തോഷം. മക്ക മദീന, തീർച്ചയായിട്ടും മക്കയും മദീനയാണല്ലോ ഭൂമിയിലെ സ്വർഗം. നമ്മൾ വിശ്വാസികൾ അങ്ങനെയാണല്ലോ വിശ്വസിക്കുന്നത്. അങ്ങനെയൊക്കെ അള്ളാഹിന്റെ റസൂലിന്റെ സ്വല്ലല്ലാഹു അലൈഹി വഅലിഹി വസഹബിഹി വസല്ലമയുടെ ചാരത്ത് പോയിരുന്ന് ദുആ ചെയ്യാനും ആ ചുമരോരത്ത് പോയി കിടന്നുറങ്ങാനും അവിടെ കുറെ നേരം ഇരുന്ന് ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കാനുമുള്ള ഒരു ഭാഗ്യം എനിക്ക് കിട്ടി. അങ്ങനെ കിട്ടാത്ത ഒരുപാട് അനേകായിരം ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് വിശ്വാസികളുണ്ട്. അവർക്കും അതുപോലുള്ള ഭാഗ്യങ്ങളൊക്കെ കിട്ടട്ടെ എന്ന് പടച്ചവനോട് ദുആ ചെയ്യണം. ദമാമിലാണ് അല്ലേ? അപ്പൊ വേലയൊക്കെ ഗംഭീരമായി. ഹരിബ്രോ, വേല ഗംഭീരമായി. വെടിക്കെട്ട് കാര്യങ്ങളൊക്കെ കണ്ടില്ലേ? ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല പോലെയുള്ള വെടിക്കെട്ടാണ്. സത്യം ഷാജിയേട്ടൻ നിങ്ങൾ പറഞ്ഞത്. നീയുള്ള കാലം പ്രവാസത്തിലായാലും നാട്ടിലായാലും എവിടെയായാലും അവനവൻ കഷ്ടപ്പെടുന്നത് അവനവന്റെ കയ്യിൽ വെച്ചിരുന്നാൽ അത് ബുദ്ധി. കാലത്തിന്റെ പോക്ക് ആ രീതിയിലേക്കാണ് സത്യമായിട്ടും. പക്ഷെ അത് എല്ലാവരും ഇല്ല, അതാ വിഷയം. 10 3-4% ആളുകൾ അങ്ങനെ ചെയ്യുമ്പോൾ മറ്റുള്ളവർക്കും അത് ബാധിക്കുകയാണ്. എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പോ ഒരുപാട് വകുപ്പിൽ കേരള പോലീസിലൊക്കെ ഒരുപാട് തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് അല്ലേ? അനീതികള്, നിയമപാലകർ നിയമത്തെ വെല്ലുവിളിച്ചുകൊണ്ട് സത്യപ്രതിജ്ഞാ ലംഘനം നടത്തിക്കൊണ്ട് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന പോലീസുകാരുണ്ട്. ആ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന പോലീസുകാര് എല്ലാം ലംഘിച്ചുകൊണ്ട് ജനങ്ങളെ ആക്രമിച്ച ചരിത്രങ്ങളൊക്കെ കേരളത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. കേരളത്തിൽ എന്നല്ല,
പൊതുവെ രാജ്യത്ത് ലോകത്തൊക്കെ ഉള്ളതാണ്. അതും പറഞ്ഞല്ല പോലീസുകാരെയും കുറ്റപ്പെടുത്താൻ പറ്റുമോ? പോലീസ് ഇല്ലെങ്കിൽ നമ്മളുണ്ടോ? അവരില്ലെങ്കിൽ നമ്മളില്ല. പട്ടാളമില്ലെങ്കിൽ നമ്മളുണ്ടോ? അവർ രാജ്യത്തിന് വേണ്ടി മറ്റുള്ള എതിരാളി രാഷ്ട്രങ്ങളുടെ മുന്നിൽ ഊണും ഉറക്കവും ഒഴിച്ചുകൊണ്ട് കോടിക്കണക്കിന് ജനതയ്ക്ക് വേണ്ടി കാവലിരിക്കുന്ന പട്ടാളം, അതുപോലെ സ്വന്തം നാടിനകത്തുള്ള ആളുകൾ സമാധാനത്തോടെ ജീവിക്കാൻ വേണ്ടി രാപ്പകലില്ലാതെ അധ്വാനിക്കുന്ന നിയമപാലകർ, അവരൊന്നും ഇല്ലെങ്കിൽ നമ്മളില്ല. അവരിൽ ചില ആളുകൾ തെറ്റ് ചെയ്യുമ്പോൾ നമ്മളെല്ലാവരെയും ഒരുപോലെ ഒരിക്കലും കാണാൻ കഴിയില്ലല്ലോ. ഒരു ഉദാഹരണം പറഞ്ഞതാണ്. പ്രവാസികളുടെ ചില വീടുകളിൽ സമ്പാദിക്കുന്ന പിതാവിനെ ആക്രമിക്കുന്ന ഭാര്യയും മക്കളും, ഭർത്താവിനെ ആക്രമിക്കുന്ന ഭാര്യയും മക്കളൊക്കെ ഉണ്ട്. അതും പറഞ്ഞ് എല്ലാ കുടുംബത്തും അങ്ങനെയൊന്നും ഉണ്ടാവണമെന്നില്ല. ഇല്ലാത്ത ഒരുപാട് കുടുംബമുള്ളവരുണ്ട് കേട്ടോ. നമ്മൾ അതും കൂടെ ചിന്തിക്കാനുണ്ട്. ഷാജിബായിനോട് പറയാണ്, അങ്ങനെ ഒരുപാട് നല്ല നല്ല കുടുംബങ്ങളുണ്ട്. പക്ഷെ എന്തിനാണെങ്കിലും ഒരു ജീവിതത്തിൽ ഒരു സേഫ്റ്റി നമ്മൾ ഉണ്ടാക്കണം. അതിനൊരു സംശയം വേണ്ട. എത്ര നമ്മളെ പൊന്നിട്ട് മൂടുന്ന കുടുംബമാണെങ്കിലും നമ്മളും ഒരു സേഫിന് വേണ്ടി ഒരു സേഫ്റ്റി ഉണ്ടാക്കണം. പ്രവാസികളായ നമ്മൾ അതില്ലെങ്കിൽ നമ്മൾക്കൊന്നും അതിന് പിന്നെ ജീവിക്കുന്നതിനും ജീവിച്ചുകൊണ്ടിരിക്കുന്നതിനും അർത്ഥമില്ലാതാവും. താങ്കൾ പറഞ്ഞത് എത്രയോ സത്യമാണ്. അതെ, തീർച്ചയായിട്ടും എത്ര പോയാലും മതിവരാത്ത ഒരേ ഒരു മണ്ണാണ് അത് മക്കയും മദീനയുമാണ്. മുത്ത് റസൂലിന്റെ മണ്ണാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെന്താ, കുറെ നേരമായി ലൈവിൽ വന്നിട്ട് ഒരുപാട് പേർക്ക് ബോറടിക്കും. അതുകൊണ്ട് കൂടുതലൊന്നും പറയുന്നില്ല. കണ്ടില്ലേ, കർണാടകയില് 6 വയസ്സായ കുട്ടിയെ പീഡിപ്പിച്ച് ബലാത്സംഗം ചെയ്ത് കൊന്നു. അവനെ അവിടുത്തെ പോലീസുകാർ തീരുമാനമുണ്ടാക്കി യമലോകത്തേക്ക് അയച്ചു. അതുപോലുള്ള പോലീസൊക്കെ നമ്മുടെ കേരളത്തിലുണ്ടെങ്കിൽ എത്ര സന്തോഷമായിരുന്നു അല്ലേ? അയ്യോ, മൊയ്തീൻ ഭായ് ഗോൾഡ് PL ഒന്നുമില്ല, കുറെയായി ലൈവിൽ വന്നിട്ട്. അപ്പൊ ഒന്ന് ലൈവ് ചെയ്യണം തോന്നി. ആരോടെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ സംസാരിച്ചുകൊണ്ട് മുന്നോട്ട് പോവാലോ, അങ്ങനെ വന്നാണ്. വിഷയങ്ങളൊന്നുമില്ല കേട്ടോ. അതാണ് ഞാൻ പറഞ്ഞത്. നമ്മൾക്കൊരു സേഫ്റ്റി സ്വന്തമായി വേണം. തീർച്ചയായിട്ടും സ്വന്തമായി ഒരു സേഫ്റ്റിയൊക്കെ ഉള്ളത് നല്ലതാണ്. പിന്നെ എന്ന് പറയുമ്പോൾ ഏത് മതത്തിൽപ്പെട്ടവരാണെങ്കിലും, ഇപ്പോൾ ഇസ്ലാമിക മതം എന്ന് പറയുന്നൊന്നുമില്ല, വിശ്വാസികളുടെ കുടുംബത്തൊന്നും ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന്. സർവേശ്വരനിൽ വിശ്വസിക്കുന്ന അത് വിശ്വസിക്കുന്ന കുടുംബത്തിൽ, വിശ്വാസികളുടെ കുടുംബത്തൊന്നും നമ്മളൊരു തെറ്റ് അറിഞ്ഞ് ചെയ്യാൻ ഉദ്ദേശിക്കുമ്പോൾ അത് സർവശക്തൻ ഇതൊക്കെ കാണുന്നുണ്ട്. അതുകൊണ്ട് ആ തെറ്റിലേക്ക് പോവരുത് എന്ന് ചിന്തിക്കുന്ന ദൈവഭക്തിയുള്ള ഒരു കുടുംബത്തും ഇങ്ങനെയുള്ള അനീതികളൊന്നും നടക്കില്ല. പ്രവാസികളുടെ ഒരു കുടുംബത്തും ഇങ്ങനെയുള്ള അനീതികളൊന്നും നടക്കില്ല. പിന്നെ എന്ന് പറയുമ്പോൾ എല്ലാ വിരലും ഒന്നല്ലല്ലോ. 5 വിരലും ഒരുപോലെയാണോ? 10 വിരലും 10 സൈസാണ് അല്ലേ? കണ്ടില്ലേ? 5ഉം 5 സൈസാണ്. 5ഉം 5 സൈസാണ്. ഓക്കെ, ഗുഡ് നൈറ്റ് ഷാജേടൻ, ഗുഡ് നൈറ്റ്. അപ്പോ ചില കുടുംബത്തൊക്കെ ഉണ്ടാവും, അത് കാര്യമൊന്നുമില്ല. ഒരുപാട് നല്ല കുടുംബങ്ങളുണ്ട്, ഒരുപാട് മോശപ്പെട്ട രീതിയിൽ ചിന്തിക്കുന്ന കുടുംബങ്ങളുണ്ട്. അങ്ങനെ ചിന്തിക്കുന്ന കുടുംബങ്ങൾക്ക് നല്ല ചിന്ത വരുത്തട്ടെ. പടച്ചവൻ നല്ല ചിന്തയും നല്ല ബുദ്ധിയും കൊടുക്കട്ടെ എന്നേ ഇപ്പം നമുക്ക് പറയാനുള്ളൂ. ഷമീർ ഭായി തരാലോ, നമ്പർ തരാം. അതിനെന്താ കുഴപ്പം? നമ്പറൊക്കെ തരാലോ. പിന്നെ വേറെന്താ വിഷയങ്ങളൊക്കെ സുഖമല്ലേ എല്ലാവർക്കും? അപ്പം ഞാൻ നിർത്തിക്കോട്ടെ ലൈവ്. കുറേ ആയി സംസാരിച്ച് ലൈവിൽ വന്നിട്ട്, അതുകൊണ്ട് വന്നാണ്. സൗദിയിലാണല്ലേ? സന്തോഷം ഭായി, സന്തോഷം. മുഹീദ്ദീൻ ഭായി, സന്തോഷം. അപ്പൊ ഇൻഷാ അല്ലാഹ് നമുക്ക് വീണ്ടും എപ്പോഴെങ്കിലും സർവശക്തന ആയുസ്സും ആരോഗ്യവും നാവ് സംസാരിക്കാനുള്ള ശേഷിയും ഇനി തരികയാണെങ്കിൽ നമുക്കിനി എപ്പോഴെങ്കിലും ലൈവിൽ കാണാം. ഓക്കെ, എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്
എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി വിഷു ആശംസകൾ. അസ്സലാമു അലൈക്കും വറഹമത്തുള്ളാഹി തആല വബറകാതുഹു. ഹമീദ് ഭായി ഹായ് ഉണ്ട്, ഞാൻ നിർത്തുകയാണ് കേട്ടോ. ഓക്കെ.